മാറ്റപ്പെടുത്തുകയും ചെയ്യട്ടെ. എതിർന്നാണ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകും പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനിലേക്കും എൻ്റെ സഹോദരരെ, പൗലോസ്ലിയ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 11 23 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിക്കണമേ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റയ്ക്കെടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. സമാധാനം നിങ്ങളോടുകൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 6 തിരുവചനങ്ങൾ 47 മുതൽ 59 വരെ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും എന്നവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും
എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. ഇന്നേ ദിവസം ഈ കുഞ്ഞുങ്ങൾ ആദ്യമായി യേശുനാഥനെ കുർബാനയിൽ സ്വീകരിച്ച് കർത്താവുമായിട്ട് ഒന്നുചേരുന്ന പുണ്യമുഹൂർത്തമാണ്. ഇവരിൽ ഒരാൾ 2 കൂദാശ സ്റ്റൈലിലേഖനം നേരത്തെ സ്വീകരിച്ചതായതുകൊണ്ട് എറിക്കുന്ന സ്റ്റൈലിലേഖനം സ്വീകരിക്കുവാൻ പോവുകയാണ്. അതിനുശേഷം 2 പേരും ആദ്യമായി പരിശുദ്ധ കുർബാന ഔദാശികമായി സ്വീകരിക്കുകയും യേശുനാഥനായി ഒന്നായി തീരുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, കൂദാശകളാണ് ദൈവവരപ്രസാദം നമ്മിലേക്ക് ഒഴുകി വരുന്ന നിമിഷങ്ങൾ. Sacraments are the visible sign of the invisible grace. ഞങ്ങൾ ഇന്നലെ ചോദിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അവർക്കറിയാം, കാണപ്പെടാത്ത ദൈവവരപ്രസാദത്തിന്റെ കാണപ്പെടുന്ന അടയാളമാണ് കൂദാശ എന്ന് നാം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ കാണപ്പെടാത്ത ആ ദൈവവരപ്രസാദം കാണപ്പെടുന്ന രൂപത്തിൽ നമ്മിലേക്ക് വരുന്ന നിമിഷമാണ് കൂദാശ. അങ്ങയുടെ ആത്മാവിനെ ഇവരിൽ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിത പൂർണ്ണതയിലേക്ക് ഇവൻ വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങയെ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ അങ്ങയെ വഹിക്കുവാനും ഇവൻ ശക്തനാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും ഇവനെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവായ സർവേശ്വരായ പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായെ സാക്ഷ്യം വഹിക്കുവാനും നീ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരി, പരിശുദ്ധ തുടർന്നു. അതിനൊരുക്കമായി അദ്ദേഹം തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവരും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ശക്തനായ ദൈവമേ, സ്ത്രീകന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അവരെ ശക്തിപ്പെടുത്തി